ഇതെപ്പോഴും കാണില്ല എവിടെയെങ്കിലും പറമ്പിലൊക്കെ? ആ അത് ചേര അല്ലേ? അതാ അവിടെ കിടക്കണുണ്ടോ മൂലയിൽ? പാമ്പ് ഇതിലുണ്ടാവും മലമ്പാമ്പ്. ഇതിലാദ്യം വേറൊരു പാമ്പില്ലായിരുന്നോ കറുപ്പ്? എന്താ പേര്? ആ ഇവിടെ എന്താ വേറെ എന്തോ പേരുണ്ടായിരുന്നു? എന്താ അതിന് പേരുണ്ടായിരുന്നല്ലോ? അല്ല ഈ ഗ്ലാസ്സിൽ വേറൊരു പാമ്പിന് എന്തോ ഒരു പേരുണ്ടല്ലോ. എന്താ? ആ രാജവമ്പാല. അതെ അതിൽ രണ്ടെണ്ണം ഉണ്ട്. അതാ കുഴപ്പമില്ലല്ലേ? വലിപ്പം കുഴപ്പമില്ല. ഇതിന് പാമ്പുണ്ടോ അറിയണ്ടോ? കാണണ്ടോ? അതായിരിക്കണം. ആ ഉണ്ടാവും, അപ്പുറത്തുണ്ടാവും. അവിടെ തണലത്തുണ്ടാവും, വെള്ളത്തിലൊക്കെ ഉണ്ടാവും. എഴയേ? ആ അതാ എഴയാണ്. എന്താ മൂർക്കനെ? കുറെ വീട്ടുകളിൽ നിന്നൊക്കെ പിടിച്ചു കൊണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അല്ലേ കൊറേ അതില് വീട്ടിൽ നിൽക്കണേ. അതാ അവിടെ കൊറേ കിടക്കണേ, കുമിഞ്ഞു കൂടി കിടക്കണേ അല്ല. ഇതാ ഇതിനുള്ളിൽ നല്ല കാണാൻ ആ സിമ്പിള്. പിന്നീട് ഒരു സ്മൈൽ എമോജി. മറ്റേ വിഷമുള്ളതാണല്ലേ? മേൽക്കോക്ക് അതാ അമ്മേനെ മേടിച്ചത്. അതെ കൊപ്പത്തുന്നോ? നേരെ മൊത്തതാ അതിന്റെ വാലിന്റെ ഭാഗത്ത് ചോട്ടി ഞാൻ കണ്ടിട്ടില്ല. കാണാതെ അതില് അത് വന്നിട്ട് എന്നെ കടിച്ചു. ഞാൻ കണ്ടില്ല. ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ മുടങ്ങി കിടക്കുന്ന ആ ചെടി എല്ലാത്തിനും ഉണ്ട് അല്ലേ? എല്ലാത്തിനും ഉണ്ട്. നല്ല സ്ഥലമായി കിട്ടിട്ടേ. അതാ അതിന്റെ ഉള്ളിൽ പോകുന്നില്ലേ? ആളെ കണ്ടാ ആളെ കണ്ടാലേ ഓടുന്ന ആൾക്കാരല്ലേ? നമുക്ക് ഇവനെ കടിച്ചിട്ട് ഞങ്ങളെല്ലാവരും ചോറ് കഴിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ചോറ് കഴിക്കുകയാണ്. ഞാൻ ചോറ് കഴിച്ചത്
സോഫമൊക്കെ കൈയായിട്ട് നിന്ന് അപ്പം മോള് കുഞ്ഞുകാക്ക ഓടി ഓടുക എന്തായിരുന്നു അമ്മീൻ്റെ അപ്പുറത്തെ അടിക്കേണ്ട കഴിയുന്നു. അപ്പം എൻ്റെ ചിത്താനെ കാണുമ്പോൾ എൻ്റെ തട്ടി അപ്പം ഞാൻ ചിമ്മിനൊക്കെ നോക്കുമ്പോൾ കാണുമ്പോൾ രാത്രിയാണ് പാമ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പതുക്കെ ഒരു പുസ്തകത്തിൽ ബക്കറ്റിൽ എന്നിട്ട് നമ്മളെ കാലിൽ ശുഭ്രതയോട് കഴുകി തമ്മിലൊക്കെ കഴുകി ഞാൻ വിഷത്തിന് വേണം ചെയ്തില്ല എനിക്ക് രസം എന്നിട്ട് എനിക്ക് സമാനമില്ല. അപ്പോൾ എല്ലാവരും കൂടി ധൃതി കിട്ടും. അപ്പോൾ അവിടെ വിഷം ഊതി എത്ര കൊല്ലായിട്ടുണ്ടാവും? എന്നിട്ട് അന്ന് കുഞ്ഞുമാൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്നിട്ട് വിഷം ഇറക്കുന്ന ആളെയൊക്കെ ഉണ്ടായി. നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ ഒരു ആംബുലൻസ് അവർ വന്ന് വള്ളവനാട്ടിൽ പോയി. വള്ളവനാട് പോയിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ വേഗം തൃശ്ശൂർ ഇതിലേക്ക് ചെല്ലുന്നു പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഞാൻ പറഞ്ഞു മുതലല്ലേ മുതല ഉണ്ട് ഇതുണ്ടാവും റെക്കോർഡില്ല വേണ്ടോ കുട്ടികളുണ്ടല്ലോ അല്ലേ ജിലേബിയല്ലേ. എന്നിട്ട് അവിടുന്ന് വള്ളുവനായിട്ട് അവർ പറഞ്ഞു നീ ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം വേഗം ഞങ്ങൾ തൃശ്ശൂർ അസുഖിക്ക് വിടുമെന്ന് പറഞ്ഞു. അങ്ങനെ തൽക്കാലം വേദനയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. ഇതാണ് ദേഹത്തിൻ്റെ ധൈര്യമാണ് എൻ്റെ ഒന്നും പറ്റില്ല. അങ്ങനെ അവിടെ പോയിട്ട് അവിടെ ഒരുപാട് ട്രീറ്റ്മെൻറ്റും ചികിത്സകൾ നടന്നു. 11 ദിവസം അവിടെ അഡ്മിറ്റായി. അപ്പോൾ അഡ്മിറ്റായി എന്നും രാവിലെ 4 മണിയും പ്രാവശ്യം ടെസ്റ്റ് ചെയ്യും. വിഷം ശരീരത്തിൽ ഒരു അംശമെങ്കിലും ബാധിച്ചിട്ടില്ല. അവസാനം 12 ദിവസം ടെസ്റ്റ് ചെയ്തിട്ട് അടുത്ത് ആ ഹോസ്പിറ്റലിലെ പ്രൊഫസർ എന്നിട്ട് ചോദിച്ചു നിങ്ങൾ പാമ്പ് കടിച്ചിട്ട് എന്താ ചെയ്തു ഇങ്ങനെ മരുന്ന് മഹാൻ്റെ വെള്ളം കൊണ്ട് കഴുകി ഞാൻ കഴുകി ചെയ്തു. അപ്പോൾ പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് വിഷം ശരീരത്തിൽ കഴിച്ചാൽ അവിടെ തന്നെ ആ വിഷം അനങ്ങിയിട്ടില്ല. അതിനുള്ള വലിയൊരു പവറാണ്. നിങ്ങളൊന്നും പേടിക്കാനില്ല പോയിക്കോളി. പിന്നെ അങ്ങനെ ഒന്നൊരു കഴിഞ്ഞിട്ട് പോയി അത് വീക്കാൻ വിടാനുള്ളത് നോക്ക് നമുക്ക് നോക്കി കാണാം. പക്ഷേ കൈ ഒരു ഉപ്പിൻ്റെ ഘട്ടത്തിൽ ഇവിടെ അങ്ങനെ പതിഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. അനങ്ങിയിട്ടില്ല. അങ്ങനെ കുറേ ദിവസമായിട്ട് ആഴ്ച നമ്മൾ കണ്ടു. നീല കളർ വരും അല്ലേ? ഒരു ഉറുപ്പിയുടെ വട്ടത്തിൽ അങ്ങനെ തുടങ്ങി. അതാണ് മഹാന്മാരുടെ ഒരു ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പോൾ എൻ്റെ മനസ്സിലാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഹംസപ്പ് കൂടിയിട്ട് മാറാൻ മതിയല്ലേ ഞാൻ കടന്ന് മരിച്ചോട്ടെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ 3 ദിവസം കള്ളം വെള്ളം കൊടുക്കുന്നു അങ്ങനെ വീട്ടിൽ കൊടുക്കും. മലമ്പാമ്പനെ വള്ളി പോലെ ഉണ്ടല്ലേ? വരുമ്പോഴൊക്കെ തന്നെ കൊടുക്കുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് കാണാൻ പറ്റുള്ളൂ. മരത്തിന് പേരുണ്ടോ? അതാണ് ഇവിടെ ചില സമയത്ത് കോഴീനെ ഇട്ട് കൊടുക്കും പേര്. അതാ നടക്കുന്നു. ഇതിന് മുന്നേ ഇത് പോകാൻ പറ്റില്ലല്ലേ? അല്ലേ ആ മരം പൊട്ടിച്ചാട് നോക്ക്. ചേട്ടനുണ്ടല്ലേ?
എ സിയിലാണ് ഇരിക്കണില്ല ആള്. ഏ ആ എന്തല്ലേ കറക്റ്റ് വീഡിയോ എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മറ്റേ പാമ്പിനെ പോലെ ചാടി വണ്ടി ഇത് വേറെ പാമ്പിനെ തിന്നല്ലേ, അതാ രസം. ചേരനെ ആനലിനെയൊക്കെ ഇത് വിഷണ്ടോ? വിഷണ്ടോ? രാജവെമ്പാലല്ലേ ആ ഇതും അത് തന്നെയാണോ? ലോകത്തെ ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പാണ്. അതെ, കിങ് ക്രോബ്ര. എന്താണ് ഇത് രണ്ടാമത് വീഴുമെന്ന് തോന്നുന്നു. അക്ഷരങ്ങൾ നാവ് പഠിക്കാത്തോണ്ടേ കിട്ടണില്ല. കിങ് കോബ്ര. ഇത് പുതിയതാകുന്നുണ്ട്, പുറത്തിറങ്ങാൻ നോക്കണേ. അതെന്ത് വേറെ നല്ല ഹൈറ്റിലാ നിക്കണത്. ഇതിനൊക്കെ ഡോറാണ്. മണ്ണുണ്ടോ? അങ്ങനെ അങ്ങനെ ഇത് ഉള്ളിൽ പോണോ? ഉള്ളിൽ പോണോ? ഉള്ളിൽ പോയിട്ട് കാണണം. ഇതാണ് എൻട്രിയില്ലേ? സ്റ്റെപ്പ് കയറി പോണം. എത്ര മാമ ഇവിടെ ഒരാള്? 30? അത് മുതലാവും. മാമ അങ്ങോട്ട് വന്നിട്ടുണ്ട് ആദ്യം. ഇരുട്ടാണല്ലേ? ഇരുട്ടാണ്. ഒരോട്ടം വന്നിട്ടുണ്ട് ഇല്ലേ? ആ പെട്ടെന്ന് ഇവിടെ ഒന്ന് പേടിപ്പിക്കും. ഇതിന് വന്നിട്ട് ഒരു ഓർമ്മ ഉണ്ട് ചെറുപ്പത്തിലെല്ലാം ഇങ്ങനെ കാണുന്നത്. എല്ലാത്തിനും പൊരിക്കാൻ പോകാം. പൊരിച്ചിടണല്ലേ? ആ പൊരിച്ച് ഈ മീൻ എൻ്റെ കയ്യിലുണ്ടാവും. ഇത് നമ്മുടെ അടുത്ത് ഗോൾഡൻ ഫിഷ് ഉണ്ടായിരുന്നോ? ചത്തോ? എന്താ ഇതിന്റെ പേര്? എല്ലാതും ഗോൾഡൻ പേരൊന്നും പിന്നെ ഒരു കണ്ണ കുട്ടിയാണ് അല്ലേ? ഇതിന്റെ കണ്ണ് ഉള്ളിൽ ഇതിന്റെ കണ്ണ് പൊരിച്ച് തിന്നണല്ലേ? പോയിരിക്കണം എല്ലാത്തിനായിട്ട്. വാർത്തെടുത്തിട്ട് ഇത് കല്ലിന്നല്ലേ? എന്താണ് മറ്റേ പച്ച പായില്ല പൂപ്പല്. എന്തൊക്കെ തോന്നുന്നു. കണ്ണ് തള്ളി നിൽക്കുന്നില്ലേ?
ഏ ആയില്ലേ? എങ്ങനെ ഇപ്പൊ തീർക്കുക? ഇതെന്താ പേര്? ക്രൂസിംഗ്. സാംനിങ് കോയിനാ? കോയിൻ ചൈനീസുകാരുടെ ഇത് കോയിൻ കോയിൻ. അതാ ശരിക്കും അങ്ങനത്തെ പേരാണ്. കോയിൻ കോയിൻ തന്നെയാണ്. ഇത് റെഡിമെയ്ഡ് ആട്ടോ. അതെ ശരി ശരി. പോയി നിൽക്കുന്നു ഇവിടെയൊക്കെ കാട്ടുണ്ടാവും. കുറച്ച് നോട്ട് പൊട്ടുന്നു. അതെന്താ നിങ്ങൾക്ക്? ഇതെന്താണ്? ഇതിൽ മീനുണ്ടോ? ആമ എവിടെ? അത് സൂപ്പറല്ല. ഇതാ അത് അവിടെ നിൽക്കണൊക്കെ ചെരിഞ്ഞിട്ടൊക്കെ അല്ലേ? ഇങ്ങനെ എന്താ അറിയില്ല. ഇതിന്റെ പേരൊന്ന് കൊടുക്ക ജനങ്ങൾക്ക്. ആരാണ്? ആൽബിനോ റോട്ടസ്. മതി, അത്ര മതി. അല്ലെങ്കിൽ ജനങ്ങൾ വാങ്ങി കഴിക്കും. ഇത് ശരിക്കും പറയുമ്പോ എങ്ങനെയല്ല അങ്ങനെ സംഭവം. ഇത് വേറെ എന്താ വെച്ചിരിക്കുകയാണ്. ഇതിന് നല്ല അഗ്രഷൻ ഉണ്ട്. ആൾക്കാർ ഇങ്ങനെ കൈ വെച്ചാലേ ഒന്ന് മുട്ടും. ശരിക്കും ഇതല്ല ഇത് വേറെ ശരി ശരി. ഇതിനെ വളർത്തിയിരുന്നേ. ഇതിനെ കുറിച്ച് കയ്യൊക്കെ വെച്ചാൽ മതി. കൈ അങ്ങനെ ഇതിനെ കുട്ടിക്കും. ഇതില്ലേ? ഇതല്ല ഇതല്ല ശരിക്കും സംഭവം ഇതിലുള്ളത്. വേറെ ഇതിനെന്താ ഉള്ളത്? ഒട്ടകപക്ഷിയാ? ഒട്ടകപക്ഷിയാ. ഇത് അവിടെ ഉള്ള തന്നെ? ഇതിന് കണ്ണുണ്ട്, അവിടെ കണ്ണില്ല. വേണ്ട, ഇത് തന്നെ ഒട്ടകപക്ഷി.
ഇങ്ങോട്ടായിരുന്നോ ഇതിനുള്ളിൽ പോവാ. ഇതൊക്കെ എന്താണ് ഡേഞ്ചർ മീനുകളാ? ആ ബ്ലാക്ക് ഡ്രാഗൺ. ഫൈറ്ററാണ് പേരില്ലേ? ഫൈറ്റർ ഒന്നല്ല, നല്ല സെറ്റപ്പ് അല്ലേ? ഫൈറ്റർ ഞാൻ തിരഞ്ഞെടുക്കാണ്. ഇത് സാധാ പാടത്തുള്ള മീനാ അല്ലേ? മിസ് കേരള. മിസ് കേരള എഴുതിക്കണോ? അതാ മിസ് കേരള. ഇത് പാടത്തുള്ളതാണ്. ഇത് പാടത്തുണ്ടാവോ? മിസ് കേരള അമ്മായി, മിസ് കേരള. കേരള മിസ് കേരള. ഒരാളിതൊക്കെ ഒരു 5 കിലോ ഉള്ളത്, ഒരു 5 കിലോ ഉള്ള അതൊക്കെ അയ്യ ഞാൻ പിടിച്ച് നടന്ന് മടുത്ത്. ഇതൊക്കെ സ്ലോ മോഷനിൽ നിൽക്കാണല്ലോ ഇവിടെ. നമുക്ക് ഓടിച്ച് പോട്ടെ. ഇത് കുഴപ്പമില്ല. നമ്മളുടെ കളർ പെൻസിലാണ്. ജിങ്ജാങ്ഹു വന്നു. ജിങ്ജാങ്ഹു നല്ല രസമല്ലേ കാണാൻ? ജിങ്ജാങ്ഹു. നമുക്ക് പുറത്ത് പോയിട്ട് ഒരുമിച്ച് എല്ലാവരും ഒരു ഫോട്ടോ എടുക്കാം, എന്നിട്ട് പോവാം അല്ലേ? ഇവിടെ നേരെ പോവാ. എനിക്ക് വയ്യ. അല്ല, ഇവിടെ നിന്നിട്ട് പുറത്ത് ഫോട്ടോ എടുക്കാം. ഞാനേ ഇതൊക്കെ ഒന്ന് ഓടിച്ച് വിടട്ടെ. ഇതെന്താ ആവോലിയോ? കറുത്ത കളർ കറുത്തിട്ടാ. നമ്മൾ പുറത്തിറങ്ങാം. 30 5 150 റുപ്യ. 5 ആളില്ല നമ്മള്. പാവം മാമ. കല്ലിന്റെ ഇതെന്താ? ഇവിടെ സൂപ്പർ അല്ലേ? ഇല്ല, ഇത് വേറെ നമ്മുടെ മോൾ കൂടെ ഉണ്ടാവും. എന്താണ് പരല്ല? അതിന് പല്ല് നോക്കൂ, 2 ആൾ മാത്രം. പല്ല് ഷാർപ്പാ. നല്ല 2 മാത്രം. അവരുണ്ടല്ലേ? അതിന്റെ മുഖം അതിന്റെ മുഖം എങ്ങനെ അല്ലേ? ദേശം പിടിച്ച് നിൽക്കാൻ വരില്ലേ? മറ്റേ പല്ലിന് നമ്മള് ആ പ്ലാസ്റ്റിക് ഇതൊക്കെ ഉണ്ടൊക്കെ സ്ലോ മോഷനിൽ നിൽക്കണം അല്ലേ? ചിന്തയിലാണ്. കോഴിയാണിത്. കോഴിയോ? കോഴി 5. അങ്ങനെ മുഴുവൻ പറയാം. കോഴിയാണ് ഇതാ നിൽക്കണം മറ്റാള്. സ്റ്റാർഫയർ റെഡ്. ഇത് മേലെ ഉണ്ടായിരുന്നു ഇത് സൂപ്പറായി നോക്ക്. പറക്കുന്നത്. ഇതെങ്ങനെയാണ്? മറ്റേ ഹൈഡ്രജൻ ബലൂൺ മാതിരി. അതൊരു മീൻ തന്നെയാണ്. അത് പൊരിച്ച് തിന്നാലേ മഞ്ഞിലാവില്ല. ആരിലാണോ? ഇതാണ് ഇപ്പൊ ഉസാറായിട്ടോ അല്ലേ? ഇതാണ് പൊട്ടിച്ചാലോ ചെല്ല്.
പൊതിച്ചിട്ട് പെറുക്കി എടുക്കല്ലോ. ഓപ്പോസിറ്റില് ക്യാമറ. അപ്പൊ കുറച്ച് ആൾക്കാർ നമ്മുടെ വെറുക്കും. ഈ ചെടികൾ നല്ല രസം. ആ മറ്റാൾ കിട്ടോ ആ പ്ലാസ്റ്റിക് ആണ്. ഇതാ ഇത് മറ്റേ സാധനം മറ്റേ ക്രാബ്. ഇത് അതിന് പേരാ തന്നെ ക്രാബ് കൊമ്പക്കാരെ മുറിച്ചതിന്റെ ഓ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും തിന്നുമ്പോ. തിന്നുമ്പോഴല്ലേ തിന്നിട്ടില്ല. ഇത് ഇതാണ് നെയ്യുണ്ടാവും. ഇത് നമ്മൾ തിന്നാൻ പറ്റില്ല. ഇതിനെ സൂപ്പ് തൂങ്ങി നല്ല ടേസ്റ്റ്. നമ്മൾ അടുത്തിട്ട് പോയി ട്രെയിനിൽ പോയി മണ്ണുണ്ടായിരുന്നു. മറ്റാള് ചെമ്മീനാ. ഇതെന്താ ഇത്? ചെമ്മീൻ ചെമ്മീന് ഇതൊക്കെ ചെമ്മീന്. പ്രാൺ. അവിടെ ചെന്ന് ഇത് നമ്മൾ തിന്നാൻ പറ്റുമോ? പറ്റുമല്ലേ? അതാ കാണാം. ഒരു ചെമ്മീൻ തിന്നാൻ പറ്റുമോ? പിന്നെ ഒന്ന് കൊടുക്കൂലേ? ആ ഡാം അവിടെ പോവാ. അതാ ഇതിലൊന്നുമില്ല. ആദ്യം ഇതിന് മീണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഒന്നുമില്ല ഇതില്. ഇതെന്താ അവിടെ എന്താ ഇതില് മീണ്ടായിരുന്നു. ആദ്യം ഈ കുഴിയുണ്ടോ, ഇതിൽ വെള്ളമായിട്ട് വലിയ വലിയ മീണ്ടായിരുന്നു അല്ലേ. 10-12 കിലോ ഉള്ള മീനുകളുണ്ടായിരുന്നു ഇതില് എല്ലാം കൂടി. ഇനി റെഡിയാക്കിയതന്നെ. ഇനി ഇത് എന്താണെന്നറിയില്ല. ഇതെപ്പോഴാ